നമസ്കാരം. അതിർത്തി കടന്നുവരുന്ന ഭീകരവാദികളെയും രാജ്യത്തിനകത്ത് ഒളിച്ചിരുന്ന് വിഷം ചീറ്റുന്ന മതമൗലികവാദികളെയും ഒരുപോലെ അടിച്ചമർത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള പ്രഹാർ ഡോക്ട്രിൻ എന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. BJP സർക്കാരിന്റെ ഇച്ഛാശക്തി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണവും ഒത്തുചേരുമ്പോൾ ഭീകരവാദികൾക്കിനി ഭാരതത്തിന്റെ മണ്ണിൽ ശ്വസിക്കാൻ പോലും സാധിക്കില്ല എന്ന വലിയ സന്ദേശമാണ് ഇന്ന് പുറത്തുവരുന്നത്. മുൻകാലങ്ങളിൽ ഭീകരാക്രമണങ്ങൾ നടന്നതിനു ശേഷം മാത്രം നടപടിയെടുക്കുന്ന ഒരു റിയാക്റ്റീവ് രീതിയായിരുന്നു നമ്മുടെ രാജ്യം പിന്തുടർന്നത്. എന്നാൽ 2026 പ്രഖ്യാപിക്കപ്പെട്ട പ്രഹാർ നയത്തോടെ ഭാരതം ആ പഴയ രീതി പാടെ ഉപേക്ഷിച്ചു. ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ അവയെ തകർക്കുന്ന പ്രോ ആക്റ്റീവ് രീതിയിലേക്കാണ് നാം മാറിയിരിക്കുന്നത്. പ്രഹാർ എന്നത് താഴെ പറയുന്ന 7 സുപ്രധാന മേഖലകളിൽ ഊന്നിയുള്ളതാണ്. P. പ്രിവെൻഷൻ. ഭീകരതയുടെ എല്ലാ വഴികളും മുൻകൂട്ടി അടയ്ക്കുക. R. റെസ്പോൺസ്. ആക്രമണം ഉണ്ടായാൽ നിമിഷങ്ങൾക്കുള്ളിൽ ശത്രുവിനെ ഇല്ലാതാക്കുക. A. അഗ്രിഗേഷൻ. സൈന്യവും പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും ഒരൊറ്റ കുടക്കീഴിൽ വരിക. H. ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് റൂൾസ് ഓഫ് ലോ. രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുള്ള അതിശക്തമായ നടപടികൾ. A. അറ്റുനുവേഷൻ ഓഫ് റാഡിക്കലൈസേഷൻ. യുവാക്കളെ മതമൗലികവാദത്തിലേക്ക് തള്ളിവിടുന്ന ആശയങ്ങളെ വേരോടെ പിഴുതെറിയുക. A. അലിഗിനിങ് ഇന്റർനാഷണൽ എഫക്റ്റ്. ആഗോളതലത്തിൽ ഭീകരവാദത്തിനെതിരെ സഖ്യങ്ങൾ രൂപീകരിക്കുക. R. റിക്കവറി ആൻഡ് റെസിലിയൻസ്. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ജനങ്ങളെയും നാടിനെയും അതിവേഗം തിരികെ കൊണ്ടുവരിക. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ ഇന്ന് ലോക ഭീകരവാദത്തിൻ്റെ തലസ്ഥാനമായി മാറിയിരിക്കുകയാണ്. 2026 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ ലോകത്ത് ഭീകരവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ. അവിടെ ഇരുന്ന് ഭീകരർ ഭാരതത്തിനെതിരെ പുതിയ ചതിക്കുഴികൾ ഒരുക്കുകയാണ്. ലഷ്കർ-ഇ-തൊയ്ബ സമുദ്രമാർഗം നുഴഞ്ഞുകയറി ആക്രമണം നടത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ച വാട്ടർ ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ പ്രഹാർ നയത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും സമുദ്രത്തിൽ അതിശക്തമായ നിരീക്ഷണ വലയമാണ് ഒരുക്കിയിരിക്കുന്നത്. ജമാഅത്ത് ഉൽ മുൽമിനാത്ത് സ്ത്രീകളെയും കുട്ടികളെയും മതമൗലികവാദത്തിലേക്ക് ആകർഷിക്കാനും സ്ലീപ്പർ സെല്ലുകളായി ഉപയോഗിക്കാനും ഭീകരർ തുടങ്ങിയ പുതിയ സംഘടനയാണ്. ഇതിനെതിരെ NIA ഇന്ന് രാജ്യവ്യാപകമായ അന്വേഷണങ്ങളും റെയ്ഡുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഭീകരവാദം തോക്കുകളേക്കാൾ കൂടുതൽ സ്മാർട്ട് ഫോണുകളിലൂടെയാണ് പടരുന്നത്. എൻക്രിപ്റ്റഡ് ആപ്പുകൾ, ഡാർക്ക് വെബ്, ക്രിപ്റ്റോ കറൻസി എന്നിവ ഭീകരർ നടത്തുന്ന പണം കണ്ടെത്തുകയും ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. എൻക്രിപ്റ്റഡ് ആപ്പുകൾ, ഡാർക്ക് വെബ്, ക്രിപ്റ്റോ കറൻസി എന്നിവ വഴി ഭീകരർ പണം കടത്തുകയും ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഭീകരവാദത്തിന് ഉപയോഗിക്കുന്ന ക്രിപ്റ്റോ വാലറ്റുകൾ തിരിച്ചറിഞ്ഞ് അവ മരവിപ്പിക്കാൻ പ്രത്യേക സൈബർ സെല്ലുകൾ ഇന്ന് സജീവമാണ്. ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷാ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ പ്രഹാർ നയം നടപ്പിലാക്കിയത്. പഴയ കാലത്തെ പോലെ ഭീകരാക്രമണങ്ങൾ നടന്നതിനു ശേഷം നടപടിയെടുക്കുന്ന റിയാക്റ്റീവ് ശൈലി ഭാരതം എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു. ഇന്ന് ശത്രുവിൻ്റെ നീക്കങ്ങൾ അവൻ ആസൂത്രണം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് അവൻ്റെ താവളത്തിൽ ചെന്ന് പ്രഹരിക്കാനുള്ള കരുത്ത് ഭാരതം ആർജിച്ചു കഴിഞ്ഞു. ഇത് ഭാരതീയൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക മാത്രമല്ല, രാജ്യവിരുദ്ധ ശക്തികളുടെ ഉറക്കം കെടുത്തുകയും ചെയ്യുന്നു. രാജ്യത്തിനകത്ത് സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന മതമൗലികവാദികളെയും അവർക്ക് വളം വെച്ചു കൊടുക്കുന്ന വിദേശ ശക്തികളെയും ഒരുപോലെ നേരിടാനാണ് പ്രഹാർ ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനകൾ തന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവരുടെ ഓരോ നീക്കങ്ങളെയും മുൻകൂട്ടി കാണാൻ നമ്മുടെ ഏജൻസികൾക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. ലഷ്കർ-ഇ-തൊയ്ബയുടെ വാട്ടർ ഫോഴ്സും സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാൻ രൂപീകരിച്ച ജമാഅത്ത് ഉൽ മുൽമിനാത്തും ഇന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കർശന നിരീക്ഷണത്തിലാണ്. മതത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കാനും യുവാക്കളെ ആയുധമെടുപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു ശക്തിയെയും ഇനി ഈ മണ്ണിൽ വളരാൻ അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് മോദി സർക്കാർ നൽകുന്നത്. ഇന്നത്തെ ഭീകരവാദം തോക്കുകളേക്കാൾ കൂടുതൽ സ്മാർട്ട് ഫോണുകളിലൂടെയാണ് പകരുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി മതമൗലികവാദം പ്രചരിപ്പിക്കുകയും യുവാക്കളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ഡിജിറ്റൽ ഭീകരതയ്ക്കെതിരെ പ്രഹാർ നയം അതിശക്തമായ പ്രതിരോധം തീർക്കുന്നു. ക്രിപ്റ്റോ കറൻസി വഴിയുള്ള പണമിടപാടുകളും എൻക്രിപ്റ്റഡ് ആപ്പുകൾ വഴിയുള്ള ആശയവിനിമയം തകർക്കാൻ അത്യാധുനിക AI ലാബുകൾ ഇന്ന് സജ്ജമാണ്. ഭീകരവാദികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഓരോന്നായി അടച്ചു പൂട്ടുന്നതിലൂടെ അവരുടെ പ്രവർത്തനങ്ങളുടെ നട്ടെല്ലാണ് കേന്ദ്ര സർക്കാർ തകർക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വർഷങ്ങളായി ഭാരതത്തിൽ നിലനിന്നിരുന്ന പ്രീണന രാഷ്ട്രീയം തീവ്രവാദികൾക്ക് സുരക്ഷിതമായ താവളം ഒരുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വോട്ട് ബാങ്കിന് വേണ്ടി രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ കാലം കഴിഞ്ഞു. BJP സർക്കാരിൻ്റെ കീഴിൽ ഭീകരവാദത്തോടുള്ള സമീപനം സീറോ ടോളറൻസ് ആണ്. ഭീകരവാദിയെ ഭീകരവാദിയായി തന്നെ കാണുകയും അവനെ അടിച്ചമർത്തുകയും ചെയ്യുക എന്നതാണ് സർക്കാരിൻ്റെ നയം. ഇതിനെ മനുഷ്യാവകാശത്തിൻ്റെ പേരെന്ന് പറഞ്ഞ് എതിർക്കാൻ വരുന്നവർ യഥാർത്ഥത്തിൽ രാജ്യദ്രോഹികളെ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്ന് നാം തിരിച്ചറിയണം. UAPA നിയമം കൂടുതൽ ശക്തമാക്കിയത് ഭീകരവാദികൾക്കും അവരെ സഹായിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾക്കും വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഭീകരപ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്നവരെയും രാജ്യവിരുദ്ധ പ്രചാരണം നടത്തുന്നവരെയും വേഗത്തിൽ പിടികൂടാൻ ഇന്ന് അന്വേഷണ ഏജൻസികൾക്ക് കഴിയുന്നു.
പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരമേറ്റതോടെ അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും തടയാൻ കേന്ദ്രത്തിന് കൂടുതൽ കരുത്ത് ലഭിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള നീക്കങ്ങൾ വഴി ഭാരതം അതിന്റെ സുരക്ഷാ സന്ദേശം ലോകത്തിന് കൈമാറിക്കഴിഞ്ഞു. സനാതന ധർമ്മത്തെയും ഭാരതീയ സംസ്കാരത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന മതമൗലികവാദ ശക്തികൾക്ക് മോദി സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് പ്രഹാർ. സൈനികവും നിയമപരവും സാങ്കേതികവുമായ ഈ ത്രിശൂലം രാജ്യത്തെ ഓരോ പൗരന്റെയും സുരക്ഷ ഉറപ്പാക്കുന്നു. മതമൗലികവാദം പടർത്തുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെയും വെബ്സൈറ്റുകളെയും AI ഉപയോഗിച്ച് നിരീക്ഷിക്കാനും ഉടനടി ബ്ലോക്ക് ചെയ്യാനും കേന്ദ്ര സർക്കാരിന് ഇന്ന് സാധിക്കുന്നു. BJP സർക്കാരിന്റെ കീഴിൽ ഭാരതത്തിന്റെ സുരക്ഷാ ഏജൻസികൾക്ക് വലിയ സ്വാതന്ത്ര്യമാണ് ലഭിച്ചിരിക്കുന്നത്. UAPA നിയമം കൂടുതൽ കർശനമാക്കിയത് വഴി ഭീകരവാദികളെയും അവരെ സഹായിക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ എളുപ്പമായി. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ കൂടി വന്നതോടെ അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റവും മതമൗലികവാദികളുടെ താവളങ്ങളും ഇല്ലാതാക്കാൻ കേന്ദ്രത്തിന് കൂടുതൽ കരുത്ത് ലഭിച്ചിരിക്കുകയാണ്. ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത ഈ നിലപാട് ആഗോളതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള നടപടികൾ വഴി ഭീകരർക്ക് അവരുടെ താവളങ്ങളിൽ തന്നെ മറുപടി നൽകാൻ ഭാരതം തയ്യാറാണെന്ന് നാം തെളിയിച്ചു. ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന മതമൗലികവാദ ശക്തികൾക്കിനി സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. പ്രഹാർ എന്ന ഈ അത്യാധുനിക സുരക്ഷാ കവചം ഭാരതത്തെ സുരക്ഷിതമാക്കുന്നു. സനാതനധർമ്മത്തിന്റെയും ദേശീയതയുടെയും കാവലാളായി നരേന്ദ്രമോദി സർക്കാർ ഉള്ളിടത്തോളം കാലം ഒരു ഭീകരനും ഭാരതത്തിന്റെ മണ്ണിൽ അശാന്തി പടർത്താൻ കഴിയില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിന്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.